രജനീകാന്തിന്റെ ഡേറ്റ് കിട്ടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു സിനിമ എടുത്ത പരിചയ സമ്പത്തൊന്നും ആ വാതിൽ മുട്ടാനുള്ള യോഗ്യതയുമല്ല. പക്ഷേ ആ സിനിമയുടെ നിലവാരം എത്രത്തോളമാണെന്ന് കണ്ട് തിരിച്ചറിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ട് വന്ന് ഡേറ്റ് തന്നേക്കും. അങ്ങനെ ഒരു അവസരമാണ് പൃഥ്വിരാജിന് ലഭിച്ചത്. ഒരു രജനീകാന്ത് ചിത്രം ചെയ്യാൻ പൃഥ്വിരാജിനോട് ലൈക്ക പ്രൊഡക്ഷൻസ് ആവശ്യപ്പെട്ടു എന്നാണ് വിവരം. എന്നാൽ പൃഥ്വിരാജ് അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. എമ്പുരാന്റെ ടീസർ ലോഞ്ചിലാണ് ഇക്കാര്യം പൃഥ്വിരാജ് തന്നെ വെളിപ്പെടുത്തിയത്. ആശീർവാദ് സിനിമാസിനോടൊപ്പം ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് L2 എമ്പുരാൻ നിർമ്മിക്കുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ആദ്യത്തെ മലയാള സിനിമയാണ് ഇതെന്ന പ്രത്യേകതയുമുണ്ട്. ലൈക്ക സ്ഥാപകൻ സുഭാസ്കരൻ അലിരാജ മലയാള സിനിമകളുടെ വലിയ ആരാധകനാണ്. അദ്ദേഹം നിറയെ മലയാള സിനിമകൾ കാണാറുണ്ടെന്നും കണ്ടന്റുകളുള്ള സിനിമകളാണ് മലയാളത്തിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത്തരം സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായും പറഞ്ഞിരുന്നു. അങ്ങനെയാണ് എമ്പുരാന്റെ ഭാഗമാകുന്നത്. ലൂസിഫർ കണ്ടതിനു ശേഷം പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനിലുണ്ടായ വിശ്വാസമാണ് എമ്പുരാന്റെ പ്രൊഡക്ഷനിൽ പങ്കുചേരാനുള്ള കാരണമെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. രജനീകാന്തിനെ നായകനാക്കി ഒരു സിനിമ തമിഴിൽ ചെയ്യാൻ വേണ്ടിയാണ് സുഭാസ്കരൻ തന്നെ സമീപിച്ചത് എന്നും അത്രയും വലിയൊരു സിനിമയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് താൻ പിന്മാറുകയായിരുന്നു എന്നുമാണ് പൃഥ്വിരാജ് വെളിപ്പെടുത്തുന്നത്. ഒരു പുതുമുഖ സംവിധായകൻ എന്ന നിലയ്ക്ക് തന്നെ സംബന്ധിച്ച് അത് നല്ലൊരു അവസരമായിരുന്നുവെന്നും തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചിരുന്നുവെന്നും പക്ഷേ അവർക്ക് സമയപരിധി ഉണ്ടായിരുന്നുവെന്നും ഒരു പാർട്ട് ടൈം സംവിധായകനായതിനാൽ തനിക്ക് രജനി സാറിന്റെ സിനിമ ചെയ്യാൻ നല്ലൊരു സബ്ജക്റ്റ് കിട്ടിയില്ല എന്നുമാണ് പൃഥ്വിരാജ് കൂട്ടിച്ചേർക്കുന്നത്. ടീസർ പുറത്തിറങ്ങിയപ്പോൾ സുചിത്ര മോഹൻലാൽ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. പൃഥ്വിയുടെ കഴിവും മുരളിയുടെ ബ്രില്യൻസും ചേർന്നതാണ് ലൂസിഫർ എന്ന് തനിക്ക് അറിയാമെന്നും ഇതേ ടീം വീണ്ടും അടുത്ത ചിത്രവുമായി വരുമ്പോൾ രോമാഞ്ചം തോന്നുന്നുവെന്നുമാണ് സുചിത്ര പ്രതികരിച്ചത്. അതേ ദിവസമാണ് മകളുടെ ജന്മദിനമെന്നും അതുകൊണ്ട് തന്നെ ആ ദിവസം തനിക്ക് 2 സന്തോഷമാണെന്നും സുചിത്ര വ്യക്തമാക്കുന്നുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 7:07 ടീസർ പുറത്തിറങ്ങിയത്. മമ്മൂട്ടിയായിരുന്നു ടീസർ ലോഞ്ച് ചെയ്തത്. ആശീർവാദ് സിനിമാസിന്റെയും ലൈക്ക പ്രൊഡക്ഷൻസിന്റെയും ഔദ്യോഗിക യൂട്യൂബ് ചാനലുകളിലൂടെയാണ് ടീസർ സോഷ്യൽ മീഡിയയിലേക്ക് എത്തിയത്. മോഹൻലാൽ, പൃഥ്വിരാജ് തുടങ്ങിയവരും ഇത് പങ്കുവച്ചു. സോഷ്യൽ മീഡിയയിൽ വൻ വരവേൽപ്പാണ് എമ്പുരാന്റെ ടീസറിന് ആരാധകർ നൽകിയത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലും ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട്. എമ്പുരാൻ മാർച്ച് 27 തിയേറ്ററുകളിലേക്ക് എത്തുക. 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും 4 രാജ്യങ്ങളിലുമാണ് ചിത്രം ഷൂട്ട് ചെയ്തത്. തനിക്ക് ഏറെ പ്രതീക്ഷയുള്ള പ്രൊജക്റ്റാണിതെന്ന് മോഹൻലാൽ മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. UK, USA, UAE എന്നിവയുൾപ്പെടെ 4 രാജ്യങ്ങളിലായി 14 മാസമായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത്. ചിത്രത്തിന് 3ാം ഭാഗവും ഉണ്ടായേക്കും എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്.